നമ്മുടെ ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനിടയിൽ ആദ്യത്തെ ഇടത്താവളമായിട്ടുള്ള അതിരുമല ക്യാമ്പിൽ ഏകദേശം അരേക്കറോളം വരുന്ന ആ ക്യാമ്പ് ഷെഡിന് ചുറ്റാകെ ആ ഒരു വസ്തുവിന് ചുറ്റാകെ ഒരു കിടങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ കിടങ്ങ് ഏകദേശം ഒരു 3 മീറ്റർ വീതിയുള്ളൊരു കിടങ്ങാണ്. ഇങ്ങനെ ഈ കിടങ്ങ് അവിടെ തീർത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വന്യജീവികളൊന്നും ഈ ക്യാമ്പിൽ കയറി വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ്. അപ്പം നമുക്ക് അപ്പുറത്തേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പിൻ്റെ പിറക് സൈഡിൽ, ഈ വസ്തുവിൻ്റെ പിറക് ഭാഗത്തായിട്ട് 2 വളരെ കനം കുറഞ്ഞ തടികൾ കൊണ്ടുള്ളൊരു ചെറിയ പാലം പണിതിട്ടുണ്ട്. ഈ പാലത്തിൽ കയറി വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. പക്ഷേ അത് ഇച്ചിരി ടാസ്ക്കാണ്, ഇച്ചിരി റിസ്ക്കുള്ളൊരു സംഭവമാണ്. കാരണം ഈ തടികൾ അങ്ങനെ നല്ല ശക്തിയായ രീതിയിൽ അവിടെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. മാത്രമല്ല ഈ തടികൾ ഇച്ചിരി വലിയ ബലക്കുറവുള്ളതാണ്, അത്ര വലിയ കട്ടിയുള്ള തടികളൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബലക്കുറവിൽ തടികൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, നല്ല ബലത്തിൽ സ്ട്രോങ് ആയിട്ടാണ് ഈ തടിപ്പാലം നിർമ്മിച്ചത് എങ്കിൽ ചിലപ്പോൾ ഈ കാട്ടുപോത്ത് പോലുള്ള ജീവികൾ അതുവഴി നടന്ന് ക്യാമ്പിനകത്ത് കയറാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ്റെ ഭാരം മാത്രം താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തടി പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പാലം കടന്ന് അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു നടവഴി കാണാൻ പറ്റും. ആ നടവഴി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്വകാര്യ വസ്തു എന്ന് തോന്നിക്കുന്ന രീതിയിൽ കമ്പിവേലി കൊണ്ട് കെട്ടിയ ഒരു ഗേറ്റൊക്കെ ഇട്ട, ഒരു ഇരുമ്പ് ഗേറ്റൊക്കെ ഇട്ട ഒരു വസ്തു കാണും. ആ വസ്തുവിൻ്റെ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി മുന്നോട്ട് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അതിരുമല ക്യാമ്പിലെ അധികം ആളുകൾക്കൊന്നും അറിയാത്ത ഒരു ഹിഡൻ സ്പേസിലേക്കാണ്. അതിമനോഹരമായിട്ടുള്ളൊരു സ്പേസാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട്, ഈ അതിരുമല ക്യാമ്പിൽ വന്നിട്ട് ഈ ട്രക്കിങ് കഴിഞ്ഞ് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നറിയാതെ തിരിച്ചു പോകാറുണ്ട്. മിക്കവാറുള്ള ആളുകൾ ഈ 2ാമത്തെ ദിവസം അഗസ്ത്യപർവ്വതം കയറിക്കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. വളരെ തുറസായൊരു സ്ഥലത്തെത്തും, അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തെത്തും. ദൂരെ ഒരു വലിയൊരു പർവ്വതം പോലെ ഒരു മല ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. ആ മലയ്ക്ക് കീഴെയായിട്ട് തുറസായിട്ട് കിടക്കുന്ന ഒരു വലിയ പുൽമേട് പോലുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ആ സ്ഥലത്ത് ഒരുപാട് ആളുകൾ പല പല സ്ഥലങ്ങളിലായിട്ട് കൂടി നിന്ന് കാര്യം പറയുകയും അവരാ സായാഹ്നം അവിടെ ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:30 മണി 6 മണി ആകാറായി കഴിഞ്ഞു. അപ്പോൾ ആളുകൾ ഇപ്പോഴും തിരിച്ച് ക്യാമ്പിലേക്ക് പോയിട്ടില്ല. അവരിവിടെ വന്നിരിക്കുകയാണ് കൂട്ടം കൂടി സൊറ പറഞ്ഞ് ഈ പ്രകൃതി ദൃശ്യങ്ങളെല്ലാം ആസ്വദിച്ച് ഈ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാമറയും സ്റ്റാൻഡും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ഈ ആളുകളുടെ ഈ ആൾക്കൂട്ടത്തിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു തോട് ഒഴുകി പോകുന്നുണ്ട്. ഒരരുവി, അവിടെയാണ് ആളുകളൊക്കെ കുളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വളരെ ശാന്തമായിട്ട് കളകള ശബ്ദം ഒഴുകി പോകുന്ന അരുവിയും ഈ പുൽമേടും ഈ ചെറിയ പാറക്കൂട്ടവും ഈ ഒരു വലിയ മലയും ഒക്കെ ആയിട്ട് ഈ സ്ഥലം അതിമനോഹരമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് അറിയാതെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്പേസ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്.